പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LGS ലെവലുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ അംഗമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് BJP. 2013 സിനിമകളിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഇത് 2013 സമയത്തെ കറണ്ട് അഫയർ ചോദ്യമാണ്. അടുത്ത ചോദ്യം, അരവിന്ദ് കെജ്രിവാൾ അടുത്തിടെ രൂപം കൊടുത്ത രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആം ആദ്മി. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇതും ആ സമയത്ത് ഒരു കറണ്ട് അഫയർ ചോദ്യമാണ്. നിലവിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. സാക്ഷരതാ ശതമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബീഹാർ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 1950 ജനുവരി 26. കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ സ്പീക്കർ, നിലവിൽ കേരള നിയമസഭയിലെ സ്പീക്കറാണ് AN ഷംസീർ. ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് തെലുങ്കാന. ഇന്ത്യയുടെ അതിർത്തികളിൽ സമുദ്രം ഇല്ലാത്ത ദിക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വടക്ക്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മൗണ്ട് K2. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ലക്ഷദ്വീപ്. കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ബംഗ്ലാദേശ്. ഗതാഗത മാർഗങ്ങളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ മാർഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ജലഗതാഗതം. താഴെ പറയുന്നവയിൽ സ്വകാര്യ മേഖലയിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഇന്ത്യൻ റെയിൽവേ. വൈദ്യുതോൽപാദനത്തിന് ആശ്രയിക്കുന്ന സ്രോതസ്സുകളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞത് ഏതാണ്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഭൂട്ടാൻ. കയർ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് തകഴി. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1857. സതി എന്ന അനാചാരം നിർത്തലാക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച മഹാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സരോജിനി നായിഡു. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കാശ്മീർ. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 2005. എല്ലാവർക്കും ദേശീയ പതാക ഉപയോഗിക്കാൻ കഴിയുന്ന ദിവസം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഓഗസ്റ്റ് 15. ദേശീയ പതാകയുടെ മധ്യഭാഗത്തുള്ള ആരക്കാലുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 24. കുറ്റം ചെയ്യാത്ത ഒരാളെ ജയിലിൽ അടച്ചാൽ അയാൾക്ക് സമീപിക്കാവുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ ഡി ആണ് മനുഷ്യാവകാശ കമ്മീഷൻ. നമ്മുടെ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം? ആൻസർ ഓപ്ഷൻ എ ആണ് 52 സെക്കൻഡ്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിസംബർ 10. വിവരാവകാശ അപേക്ഷയിൽ തീർപ്പ് കൽപ്പിക്കേണ്ട സമയപരിധി എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 30 ദിവസം. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്ന മൗലിക അവകാശങ്ങൾ എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 6. ഭരണഘടനയെ അനുസരിക്കുക എന്നത് നമ്മുടെ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് മൗലിക കർത്തവ്യങ്ങൾ.
കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പീഠഭൂമി. കേരളത്തിലെ നദികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 44. ഏതു കായലിന്റെ തീരത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വേമ്പനാട്ടു കായൽ. വരയാടുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രൂപം കൊടുത്തിട്ടുള്ളത് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഇരവികുളം ദേശീയ പാർക്ക്. മാമാങ്കം നടന്നിരുന്നത് ഏത് നദിയുടെ തീരത്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഭാരതപ്പുഴ. 2014 ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് ഉപയോഗിച്ച പന്തിന്റെ പേരെന്താണ്? ഇതും ആ സമയത്തൊരു കറണ്ട് അഫയർ ചോദ്യമാണ്. നിലവിൽ 2022 ഫുട്ബോൾ ലോകകപ്പിൽ ഫൈനൽ മാച്ചിന് ഉപയോഗിച്ചിരുന്ന പന്തിന്റെ പേരാണ് അൽഹിം. ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്ന ഒമേഗ 3 ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മത്സ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് മത്തി അല്ലെങ്കിൽ ചാള. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആനമുടി. സുഗന്ധവ്യഞ്ജനോൽപാദനത്തിൽ കേരളത്തിൽ ഒന്നാമത് നിൽക്കുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇടുക്കി. കേരളത്തിന്റെ തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് നെയ്യാർ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ സന്ദേശം നൽകിയ മഹാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശ്രീനാരായണ ഗുരു. പൊതുനിരത്തുകളിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വഴി നടക്കുന്നതിന് വേണ്ടി നടത്തിയ സമരം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് വൈക്കം സത്യാഗ്രഹം. 2012 ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ച്? ഇതും ഒരു കറണ്ട് അഫയർ ചോദ്യമാണ്. നിലവിൽ 2024 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് പാരീസിലാണ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ജോഗ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കുരുമുളക്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ? ആൻസർ ഓപ്ഷൻ എ ആണ് തിരൂർ മുതൽ ബേപ്പൂർ വരെ. കേരളത്തിലെ ഏറ്റവും വലിയ ജലമേള ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് നെഹ്റു ട്രോഫി വള്ളംകളി. ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഡാഷ് അനുസരിച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ് ശകവർഷം. ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മാങ്ങ. താഴെ പറയുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കാവേരി. മാപ്പിള ലഹള നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1921. പുലയ സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച മഹാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി. സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 25 വയസ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആപ്പിൾ. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പഞ്ചാബ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ആൻസർ ഓപ്ഷൻ എ ആണ് നീൽസ് ബോർ. വാഹനങ്ങൾ പുറത്തുവിടുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ലെഡ്. ചന്ദ്രന്റെ ഉപരിതലത്തിലെ പാറയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ടൈറ്റാനിയം. താഴെ പറയുന്നവയിൽ ഏതിനാണ് അറ്റോമിക നമ്പറും അറ്റോമിക ഭാരവും തുല്യമായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹൈഡ്രജൻ. അടുത്ത ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രവൃത്തിയുടെ നിരക്ക് സമയം കൂടുന്നതിനനുസരിച്ച്? ഓപ്ഷൻ ബി കുറയുന്നു. ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം? ആൻസർ ഓപ്ഷൻ സി ആണ് ഹൈഗ്രോമീറ്റർ. അതിശ അളവ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സ്ഥാനാന്തരം. ദൃശ്യപ്രകാശം സഞ്ചരിക്കുന്നത് ഏത് തരംഗങ്ങളായിട്ടാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അനുപ്രസ്ഥ തരംഗം. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹം ഏതാണ്?
ആൻസർ ഓപ്ഷൻ സി ആണ് വ്യാഴം. മനുഷ്യ ഹൃദയത്തിന്റെ അറകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 4. ചൂടാക്കിയാൽ നശിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വിറ്റാമിൻ സി. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ എ ആണ് ശ്രീകാര്യം. വായു വഴി പകരുന്ന ഒരു അസുഖം? ആൻസർ ഓപ്ഷൻ ബി ആണ് പന്നിപ്പനി. വനഭൂമി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഹരിയാന. ശ്രീ വിശാഖ്, ശ്രീ സന്ധ്യ, ശ്രീജയ എന്നിവ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് സങ്കര ഇനം മരിച്ചീനി. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വിറ്റാമിൻ കെ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കരൾ. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പനി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് എലിപ്പനി. മനുഷ്യന്റെ പാൽപ്പല്ലുകളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ സി ആണ് 20. അന്നത്തെ ലാസ്റ്റ് ഗ്രേഡ് എക്സാമിന് 80 GK ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. താങ്ക് യു.